അങ്ങനെ ഓണാഘോഷം പൊടിപൊടിക്കുകയാണ്. ഓണാവേശവും അതുപോലെ തന്നെ ക്രിക്കറ്റ് ആവേശവും ഒന്നാവുകയാണ്. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ കേരള ക്രിക്കറ്റ് ലീഗ് KCLന്റെ സെമി ഫൈനൽ മത്സരങ്ങൾ ഇന്ന് തുടങ്ങാൻ പോവുകയാണ്. പക്ഷേ ഇന്നുണ്ടല്ലോ ഗ്രീൻഫീൽഡ് മൈതാനത്ത് പക്ഷേ ക്രിക്കറ്റിനെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അവിടെ ഓണം തന്നെയാണ്. ഇന്നും എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഓണമൊക്കെ ആഘോഷിക്കുകയാണ്. മഹേഷ് പോലൂരിനൊപ്പം കുറച്ച് അതിഥികൾ കൂടി ഇന്ന് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്ന് ചേരുന്നുണ്ട്. നമുക്ക് ആരൊക്കെയാണ് എന്ന് പോലൂരിനോട് തന്നെ ചോദിക്കാം. മഹേഷ്, ആദ്യം തന്നെ ഹാപ്പി ഓണം. ഹാപ്പി ഓണം ദിവ്യ. മഹേഷ്, എന്തായാലും എല്ലായിടത്തും ഇന്ന് ഓണം മൂടാണ്. അവിടെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഈ ക്രിക്കറ്റ് മൂഡ് മാറി എല്ലാവരും ഓണം മൂഡിലാണോ ഉള്ളത്? രണ്ടും ഒരുമിച്ചാണ്. ക്രിക്കറ്റ് മൂഡും ഓണം മൂഡുമാണ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലുള്ളത്. ദിവ്യ, എനിക്ക് ഒപ്പമുള്ള താരങ്ങൾ എന്ന് പറയുന്നത് ചില്ലറക്കാരല്ല. നോക്കണത് അങ്ങേ അറ്റത്തുനിന്ന് സാലി സാംസൺ, ഷോൺ റോജർ, രോഹൻ കുന്നുമൽ, ആശാ ശോഭന, സജന സജീവൻ, ജോഷിത, അങ്ങനെ 3 ഇന്ത്യൻ താരങ്ങൾ നമുക്കൊപ്പം ഉണ്ട്. അതുപോലെ തന്നെ ആഭ്യന്തര ക്രിക്കറ്റിൽ മിന്നുന്ന താരങ്ങളായ ആളുകളൊക്കെ നമുക്കൊപ്പം ചേരുകയാണ്. 3 ക്യാപ്റ്റന്മാർ കൂടിയാണ് കേട്ടോ. ഇന്നത്തെ സെമി ഫൈനലിൽ ഇറങ്ങുന്ന 3 ക്യാപ്റ്റന്മാർ കൂടിയാണ്. 3 പേർക്ക് ഇതിൽ വലിയ സ്പെഷ്യലാണ്. ആശയ്ക്കും ഷോണിനും സാലിയും 3 പേരും ട്രിവാൻഡ്രക്കാരാ അല്ലേ? ഓക്കെ, അപ്പോ ദിവ്യ, നമ്മളിവിടെ റെഡിയാണ്. കാരണം ഇതിൽ പാട്ട് പാടാന്നൊക്കെ പറഞ്ഞ ആളുകൾ വന്നിട്ടുണ്ട്. സജനയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പാട്ട് പാടാന്ന് പറഞ്ഞിരുന്നത്. തീർച്ചയായിട്ടും നന്നായിട്ട് പാടും. ഓക്കെ, എന്തായാലും എന്തായാലും മഹേഷ് പാടുപെട്ടാലും കുഴപ്പമില്ല. ഞങ്ങൾ പാടുപെടാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. ധൈര്യമായിട്ട് പാടിക്കോളാം. വരാം. ഓക്കെ, പ്രേക്ഷകർ പാടുപെടാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത് ദിവ്യ പറയുന്നുണ്ട്. ഓക്കെ, സാലി ഇങ്ങോട്ട് വന്ന സമയത്ത് ചെറുതായിട്ടൊരു പ്രയാസം അല്ലെ ഉണ്ടായി. ഒരു മുണ്ടെടുക്കാൻ ഞങ്ങളൊന്ന് മുണ്ടെടുക്കാറില്ല അങ്ങനെ പതിവായിട്ട്. ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുണ്ട്. എങ്ങനെ ഓണം സ്പെഷ്യൽ മുണ്ടെടുക്കൽ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം, നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഓണം മൂഡിൽ നിൽക്കുകയാണ് നമ്മളെല്ലാം. ഇന്നാണെങ്കിൽ സെമിയുമാണ്. എതിരാളികൾ സ്ട്രോങ് ഒക്കെയാണ്. അപ്പം ഓണത്തിന്റെ ഓണത്തിന് തീരെ ടെൻഷനില്ല. കളിയിലെ ടെൻഷൻ ഉണ്ടോ? അങ്ങനൊന്നുമില്ല, രണ്ടും ആഘോഷം തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ പ്രേക്ഷകർ ചിലപ്പോ ചോദിക്കും, സഞ്ജുവിനെ കൂട്ടി പൂ പറിക്കാൻ പോയിട്ടുണ്ടോ, പൂവിടാൻ പോയിട്ടുണ്ടോ എന്നൊക്കെ ചിലപ്പോ ചോദിച്ചാല്. ഇല്ല, ആഘോഷങ്ങൾ കുറവാണ്. സഞ്ജു വീട്ടില് മൂടല്ലേ? ഓണം സമയത്തൊക്കെ അടിപൊളിയല്ലേ? അതെ. സാലി ഓണത്തല്ലാണെന്ന് അങ്ങനെ വലുതായിട്ടൊന്നും ആഘോഷിക്കാറില്ല. ഹാപ്പിയാണ്. സാലി, ഈ കമന്റേറ്റേഴ്സ് ഉണ്ടല്ലോ, ഇത് വിളിക്കുന്ന സമയത്ത് സാലിയോട് നിരന്തരം ചോദ്യം ചോദിക്കും. സാലി വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് മറുപടി പറഞ്ഞോണ്ടിരിക്കുന്ന ആളാണ്. വിടൂല, കഴിച്ചിട്ടില്ല ഷോട്ട്. എങ്ങനെയുണ്ട് ഇപ്പൊ നാട്ടുകാർക്ക്? ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ ആർപ്പ് വിളിക്കുന്ന മുഴുവൻ ഷോണിന്റെ ഫാൻസ് ആണല്ലോ. ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും ആൾക്കാരെ കളിയാണ് വരുമ്പോ തൃശ്ശൂരിന് കുറച്ച് ആൾക്കാരെ സപ്പോർട്ടേഴ്സ് ഒക്കെ വേണ്ടേ, അതുകൊണ്ട് ആൾക്കാരൊക്കെ വന്ന് കളിയാണ്. ഈ ജുബ മുണ്ട് ഇതെന്താ വലിയ ഇപ്പൊ അറിയില്ല, ഇനി മാനേജറിനോട് ചോദിക്കണം എത്രയാണ്. എങ്ങനെയുണ്ട്? ഓണം കളറല്ലേ? തീർച്ചയായിട്ടും അടിപൊളി. നല്ല ഓണമായിട്ട് വരട്ടെ. നല്ല മാച്ച് സെമി ഫൈനലുണ്ട്, അതിനുവേണ്ടി എക്സൈറ്റഡ് ആണ് നമ്മള്. എന്താ ഓണം സദ്യ എത്ര സദ്യ കഴിച്ചു തവണ? ഇതുവരായിട്ട് ഒരെണ്ണേ കഴിച്ചിട്ടുള്ളൂ. ഇനി ഒരെണ്ണം ഉച്ചക്ക് കഴിയാൻ പോകുമ്പോ നോക്കാം എങ്ങനെയാണ്. എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രായം കുറഞ്ഞ ക്യാപ്റ്റൻ ആണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? പ്രായം കുറഞ്ഞ ക്യാപ്റ്റനാണ്. KCLൽ ഏറ്റവും പ്രായം കുറഞ്ഞ ക്യാപ്റ്റനാണ്. ഷോൺ, എങ്ങനെയുണ്ട് ക്യാപ്റ്റൻസിയിലേക്ക് വന്നപ്പോൾ? തീർച്ചയായിട്ടും ടീം ഉഗ്രനായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു പ്ലെയറായിട്ട് എല്ലാരും മാനേജ് ചെയ്ത് നന്നായിട്ട് രീതിയിൽ പോകുന്നുണ്ട്. കോളേജിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഓണം പിള്ളേരുടെ കൂടെയൊക്കെ? ഞാൻ കോളേജിലില്ല, ഞാൻ ഓപ്പൺ ആയിട്ടാണ് പഠിക്കുന്നത്. ഓപ്പൺ ആയിട്ടാണ് പഠിക്കുന്നത്. ഓണാഘോഷം എങ്ങനെയുണ്ട്? സുഹൃത്തുക്കളൊക്കെ? തീർച്ചയായിട്ടും ഫാമിലി ഉണ്ട്, കസിൻസ് ഉണ്ട്, എല്ലാവരായിട്ട് അങ്ങനെ എൻജോയ് ചെയ്ത് പോകുന്നു. ഓക്കെ, സാലി വിട്ടുപോകരുത്. സാലി സ്റ്റാൻഡ് വിടരുത്. ഓക്കെ, രോഹൻ കുന്നുമൽ, എനിക്ക് മുണ്ടെടുക്കാനും അറിയാം, വേണമെങ്കിൽ അത് മടക്കി കുത്തി 2 സിക്സർ അടിക്കാനും അറിയാം എന്ന് പറഞ്ഞാൽ തെറ്റില്ലല്ലോ? ഇല്ല, തെറ്റില്ല. കറക്റ്റ് പറയുന്നത് അബ്സല്യൂട്ട്ലി റൈറ്റ്. എങ്ങനെയുണ്ട്? കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് വേണ്ടത്താണ് കുറിയോണം. അതെ, നമ്മൾ ഈ ലാസ്റ്റ് ഇയറും ഏകദേശം ഈ സമയം ഇവിടെ തന്നെയായിരുന്നു, KCLന്റെ കൂടെ ആയിരുന്നു. സോ ഓണം അങ്ങനെ ഭയങ്കര സെലിബ്രേഷൻ ആയിട്ടില്ല, ബിക്കോസ് കളീന്റെ ഇടയിലായതുകൊണ്ട് എല്ലാം മിനിമൈസ്ഡ് ഓണമാണ്. സോ ബട്ട് എല്ലാവരും ഹാപ്പിയാണ്. എല്ലാവരും ചെറുതായിട്ട് നമ്മൾ ഗ്ലോബ് ഷാസ് എല്ലാവരും ആഘോഷിച്ചു. എല്ലാവരും ഓറഞ്ച് ഷർട്ടൊക്കെ ഇട്ട് ഭയങ്കര ഫണ്ണായിട്ട് ആഘോഷിച്ചു. ബട്ട് എല്ലാവരും ആ മാച്ചിന്റെ മോഡിലാണ്. സോ
അത്ര ആഘോഷങ്ങൾ ഇല്ല. നമ്മളൊക്കെ ഈ മലബാർ മേഖലയിൽ ഓണസദ്യക്ക് സ്പെഷ്യൽ ഉണ്ടാവുമല്ലോ, ഒരു ചിക്കനോ ഒരു ബീഫോ ഉണ്ടാവും. തീർച്ചയായിട്ടും അല്ല, അവിടെ ഇവിടുത്തെ സദ്യനെ കേട്ട് അവിടെ മറ്റേ ചിക്കൻ പൊരിച്ചതും അതൊക്കെയാണ് നമ്മൾ അങ്ങോട്ട്. ഞാൻ വെജ് ആണെങ്കിൽ വെജാണോ? ഞാൻ വെജ് ആണെങ്കിലും വെജ് അല്ല, എഗ്ഗിറ്റേറിയൻ എന്ന് പറയാം. ഡ്യൂപ്ലിക്കേറ്റ് വെജ് ആണ്. സോ അവിടെ നമ്മുടെ നോർത്തിലേക്ക് അങ്ങനെ ആയിരിക്കും. സോ ബീഫും കാര്യങ്ങളും ഓണത്തിന് നമ്മുടെ സദ്യന്റെ കൂടെ കൂട്ടും. രോഹൻ ഇപ്പൊ എത്ര ഓണം ഉണ്ടോ? 27 ഓണം. 27 27 അപ്പൊ അത് ഇച്ചിരി കണക്ക് കൂടുതലല്ലേ. അതല്ല, ഇപ്പം അടുത്ത തവണയെങ്കിലും ഓണം വരുമ്പോഴത്തേക്ക് ഒപ്പം ഓണം ഉണ്ണാൻ ഒരാളുണ്ടാവുമോ എന്നുള്ള ഒരു ചോദ്യം നമുക്കുണ്ട്. ഒരാള് മാത്രം ആക്കണോന്നാണ് ഞാനും ചോദിക്കുന്നത്. അങ്ങനെ അതൊക്കെ വരുന്ന എത്തിച്ച കാണാം. ഞാൻ വിരലേക്ക് ഒന്ന് പോയിട്ടെ പെട്ടെന്ന് തരാം. ആശാ ചോപ്ര, ഈ ട്രിവാൻഡ്രം എന്ന് പറയുന്നത് ആശയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്നാണല്ലോ അങ്ങ് യാത്ര തിരിച്ചത്. ഇടക്ക് പോയെങ്കിൽ ഓണത്തിന് കുറെ കാലത്തിന് ശേഷമാണ് നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. എനിക്ക് തോന്നുന്നു ഒരു ലാസ്റ്റ് 12-13 വർഷത്തിൽ ഇങ്ങനെ ഒരു ഓണം എനിക്ക് ആദ്യമായിട്ടാണ്. എപ്പോഴും ഒന്നില് ഹൈദരാബാദ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അങ്ങനെ ഓണം ഇങ്ങനെ പ്രോപ്പറായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ കിട്ടിയിട്ടില്ല. പക്ഷെ ഇപ്രാവശ്യം ഭയങ്കര ഹാപ്പിയാണ്. ഹൈദരാബാദി ബിരിയാണി അല്ല ഇത്തവണ നമ്മൾ അടിപൊളി ഓണസദ്യ തന്നെയാണ്. ഇപ്രാവശ്യം സദ്യ തന്നെയാണ്, ബിരിയാണി വേണ്ട. എങ്ങനെയുണ്ട് നാട്ടിലേക്ക് റിട്ടേൺ വന്നപ്പോൾ ഒരു സന്തോഷം എങ്ങനെയുണ്ട്? വളരെ സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 7 വർഷത്തിന് ശേഷമാണ് ഞാൻ കേരളത്തിലോട്ട് വരുന്നത് ആസ് എ ക്രിക്കറ്റ് പ്ലെയർ. ഐ മീൻ റെപ്രസെന്റിങ് കേരള. സോ വെരി ഹാപ്പി. ഓക്കെ, ഇപ്പം വനിതാ ക്രിക്കറ്റ് ലീഗ് കൂടി തുടങ്ങാൻ പോവാണ്. അപ്പൊ ഒരു ഓണസമ്മാനമാണ് ശരിക്കും കേരളത്തിലെ വനിതാ താരങ്ങൾക്ക്. അതെ അതെ, KCA നമുക്ക് തന്ന ഒരു ഓണം ഗിഫ്റ്റ് തന്നെയാണ് ഈ വരുന്ന വിമൻ ക്രിക്കറ്റ് ലീഗ്. ഓക്കെ, സജ്ന പാട്ട് പാടുന്നോ അല്ലെങ്കിൽ ആദ്യം ഓണത്തെ കുറിച്ച് പറയുന്നോ? ഓണത്തെ കുറിച്ച് പറയാം. ഓണത്തെ കുറിച്ച് പരിപാടി കഴിയാറാകുമ്പോ പാട്ട്, അല്ലെങ്കിൽ ഓഡിയൻസ് പോയാലോ ഇടയ്ക്ക് വെച്ചിട്ട്. സോ ആശ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇങ്ങനെ, അതും ഈ ഒരു വേഷത്തിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്നത്. സോ അതിന് പ്രേക്ഷകരോട് ഞാൻ ആദ്യം ക്ഷമിക്കുക. എന്തായാലും അടിപൊളി ആ പ്രോപ്പർ കേരളീയ വേഷത്തിൽ ഞങ്ങളുടെ ടീമിലെ ആൾക്കാരുടെ കൂടിയും ഇവരുടെ കൂടെയെല്ലാം ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ സാധിച്ചത് വളരെ വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. ഓക്കെ, എങ്ങനെയുണ്ട് നമ്മൾ ഈ വയനാട്ടിലെ വയനാടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൂവുണ്ട്, അറിയാം? ഒരു വയലറ്റ് കളർ ചെറിയ പൂവ്. അതെ അതെ ഉണ്ട്, ഈ പൂക്കുന്ന. നമ്മുടെ നാട്ടിലൊക്കെ വയനാടൻ പൂവ് എന്നാ പറയാം. പക്ഷെ ഇപ്പം നിങ്ങൾ വയനാട്ടിൽ ചെറുപ്പത്തിൽ പൂവൊക്കെ പറിക്കാനും പൂവിടാനൊക്കെ എങ്ങനെയായിരുന്നു? പൂ വാങ്ങിക്കായിരുന്നോ? ഇല്ല, പണ്ട് ഞങ്ങളുടെ ഏരിയയിലൊക്കെ ഈ കൊങ്ങിണിപ്പൂക്കളില്ലേ, കൊങ്ങിണിപ്പൂക്കളുണ്ട്. അതിന്റെ കുറെ ഡിഫറെന്റ് കളേഴ്സ് ആയിട്ടുള്ള അതൊക്കെ പറിച്ച് ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. രോഹൻ പണ്ട് എന്ന് പറയുന്നു ഒരുപാട് വർഷത്തെ. ഇതിപ്പോ എന്റെ 30ാമത്തെ ഓണമാണെന്ന് വെളിപ്പെടുത്തണമല്ലോ, അതിപ്പോ എല്ലാവർക്കും അറിയാം. സോ ചെറിയ ചെറിയ രീതിയിലുള്ള പൂക്കൾ പറിച്ച ഓർമ്മകളും ഫാമിലിയായിട്ട് ഉള്ള ചെറിയ ചെറിയ ഓർമ്മകളെല്ലാം ഉണ്ട് ഓണം. ഓക്കെ, എങ്ങനെയുണ്ട് ഇത്തവണ വനിതാ ക്രിക്കറ്റ് ലീഗ് സ്റ്റാർട്ട് ചെയ്യാണ്, അതിന്റെ മുന്നൊരുക്കങ്ങൾ തുടങ്ങുകയാണ്. അപ്പം ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരു വല്ലാത്ത പ്രൗഡായി നിൽക്കുന്നു. തീർച്ചയായും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ആ ഒരു എന്താ പറയാ, ഈ ഒരു 26-ാം തീയതി അതിന്റെ കാര്യങ്ങളെല്ലാം വുമൻസ്. അപ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അത്രയും സീരിയസ് ആയിട്ട് വുമൺ ക്രിക്കറ്റിനെ നോക്കി കാണുന്നുണ്ട്. ഇപ്പൊ ഭാവിയിൽ ഒരുപാട് നല്ല നല്ല ഇപ്പൊ KCL നടക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഇത് കാണുന്നുണ്ടാവും. സോ വുമൺ ക്രിക്കറ്റും കൂടി തുടങ്ങുകയാണെങ്കിൽ ഒരുപാട് പുതിയ പുതിയ ആൾക്കാർക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഓക്കെ, ജോഷിത നമ്മൾ അണ്ടർ-19 ലോകകപ്പ് നേടിയ ടീമിലെ അംഗമാണ്. ജോഷിത, എങ്ങനെയുണ്ട് തവണ ഓണം? അടിപൊളിയല്ലേ? അടിപൊളിയാണ്. അടിപൊളിയാണ്. എന്നാ ഇങ്ങോട്ട് വന്ന വീട്ടിലായിരുന്നോ? വീട്ടിലായിരുന്നു. ഒരു 5-6 ദിവസമായിട്ട് ഓസ്ട്രേലിയയിൽ നിന്ന് വന്നിട്ട് പിന്നെ ഇങ്ങോട്ട് പോകുന്നു ഓണത്തിന്. ഓസ്ട്രേലിയൻ പൂക്കളൊക്കെ കൊണ്ടുവന്നോ? ഇല്ല ഇല്ല. ഓണം പൂവിട്ടോ തവണ വീട്ടിലേക്ക്? എങ്ങനെയാ? ഇല്ല, വീട്ടില് ഓണം പൂവൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോ ഇവിടെയുള്ള പൂക്കളൊക്കെ കാണണമെന്നുള്ളൂ. ഇട്ടിട്ടുണ്ടായിരുന്നില്ല വീട്ടില്. ഫ്രണ്ട്സിന്റെ കൂടെ ഓണാഘോഷമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നാട്ടില്? അങ്ങനെ നടന്നില്ല, കൂടുതലും വീട്ടിലായിരുന്നു. കാരണം എത്തിയിട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ വീട്ടുകാരുടെ കൂടെയായിരുന്നു സമയം മുഴുവൻ ചെലവഴിച്ചത്. ഇനിയിപ്പോ ഇവിടെ വേണം ഫ്രണ്ട്സിന്റെ കൂടെ അങ്ങോട്ട് ചെലവഴിക്കാൻ, ആഘോഷിക്കാൻ. ഓക്കെ, എങ്ങനെ ട്രിവാൻഡ്രത്ത് വന്നപ്പം സജന, ആശ എല്ലാവരും ഉണ്ട്? അതെ, ചേച്ചിമാരൊക്കെ ഉണ്ട്. അപ്പൊ നല്ല ഓണായിരിക്കും വിചാരിക്കുന്നു. അതിനല്ലേ വലിയ ഓണം അല്ലേ? അതെ. ഓക്കെ, അപ്പൊ സജന പാട്ട് പാടാൻ റെഡിയായി നിൽക്കാണ്. എല്ലാവർക്കും കൂടി ഒരു ഗ്രൂപ്പ്. ഗ്രൂപ്പ് വാ രോഹൻ, വാന്ന് ചുമ്മാ അറിയുന്ന ഒരു പാട്ട് പാടാം. ഏത് പാട്ടാ? എല്ലാവർക്കും അറിയുന്ന ഒരു പാട്ട് എല്ലാരും കൂടി സജന സ്റ്റാർട്ട് ചെയ്താൽ മതി, അപ്പൊ പാടിക്കോളൂ. അതെന്തായാലും അടിക്കുമല്ലോ. ഏത് പാട്ടാ? സാലിച്ചേട്ടാ. സംസാരിക്കണൊക്കെ തന്നെ ഭയമാണ്. സാലി ചെറുപ്പത്തിൽ ഒന്നും സംസാരിക്കില്ലായിരുന്നു. ഞാനാണോ പാട്ട് പാടുന്നത്? സാലി ചോദിക്കുന്നത്. ഓക്കെ, ആലായാൽ തറ വേണ പാട്ട് അറിയില്ലേ?
അതെ രോഹൻ സ്റ്റാർട്ട് ചെയ്തോളൂ. ഇങ്ങോട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് ഓക്കെ. എനിക്കറിയില്ല, ഞാൻ 2002 പോകണം. ചേച്ചിക്കറിയോ യോഷിത? എന്നാ പിന്നെ ഞാൻ തന്നെ വിടാം. ആലായാൽ തര വേണം, അടുത്തോരം വലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം, കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചെന്താമര വേണം, കുളിച്ചു ചെന്നടുക്കുവാൻ ചന്ദനം വേണം. ഗംഭീരമായിട്ട് പാടിയല്ലോ അല്ലേ? ക്രിക്കറ്റിന് പോയില്ലായിരുന്നെങ്കിൽ ഏതെങ്കിലും റിയാലിറ്റി ഷോയില് പോയാല് തീർച്ചയായിട്ടും ഉഗ്രനായിട്ട് അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. ഷോൺ ഒരു പാട്ട് പാടണം തോന്നുന്നു. അയ്യോ, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഓക്കെ. രോഹൻ മഹേഷ്, എന്തായാലും സജന ഒരു ക്രിക്കറ്റർ മാത്രമല്ല നല്ലൊരു ഗായിക കൂടിയാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ആ കേരളീയ വേഷത്തിൽ എല്ലാവരെയും കാണാൻ നല്ല മൊഞ്ചുണ്ട്, നല്ല ഭംഗിയുണ്ട് എന്നു